ഡിയർ സ്റ്റുഡൻസ്, കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ മൂന്നാമത്തേതാണ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ അനുസരിച്ച് എങ്ങനെ കൊളോയിഡ്സിനെ തിരിച്ചിരിക്കാം, പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവം അനുസരിച്ച് എങ്ങനെ കൊളോയിഡ്സിനെ തിരിച്ചിരിക്കാം, എത്രയായിട്ട് തിരിച്ചിരിക്കാം? മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് മൾട്ടിമോളിക്കുലർ കൊളോയിഡ്, സെക്കൻഡ് ഈസ് മാക്രോമോളിക്കുലർ കൊളോയിഡ് ആൻഡ് ദ തേർഡ് ഈസ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അങ്ങനെ മൂന്നെണ്ണമാണുള്ളത്. ഒന്ന് മൾട്ടിമോളിക്കുലർ കൊളോയിഡ്, വേറൊന്ന് മാക്രോ മോളിക്കുലർ കൊളോയിഡ്, വേറൊന്ന് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. നമുക്ക് ആദ്യത്തെ മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സിനെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങളൊന്ന് പഠിച്ചു വച്ചേക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ദേ കണ്ടെയ്ൻ ആൻ അഗ്രിഗേറ്റ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഹാവിങ് ഡയമെൻഷൻസ് 1 നാനോമീറ്റർ. അതായത് ഇവിടെ അഗ്രിഗേറ്റ് ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ആറ്റംസിൻ്റെ എല്ലാം കൂടെ ഒരു കൂടിച്ചേരൽ, കൂട്ടം, അതാണ് അഗ്രിഗേറ്റ് ഓഫ് ആറ്റംസ്, അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ ഒരു കൂട്ടം. പക്ഷേ അതിൻ്റെ സൈസ് 1 നാനോമീറ്ററിൽ താഴെയായിരിക്കും, വളരെ ചെറിയ സൈസായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ആദ്യം നോക്കാം. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആഴ്സനിക് സൾഫൈഡ് സോളാണ്. ആഴ്സനിക് സൾഫൈഡ് സോളിനകത്തിൽ സൾഫർ മോളിക്യൂൾസ് പ്രസൻ്റാണ്. ആഴ്സനിക് സൾഫൈഡ് സോൾ എന്ന് പറയുന്നതിൽ ആഴ്സീനിയത്തിനകത്തിൽ സൾഫർ ലയിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ സൾഫർ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സൾഫർ സോളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ സൾഫറിൻ്റെ മോളിക്യൂളാണുള്ളത്. സൾഫറിൻ്റെ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സൾഫർ ആറ്റങ്ങൾ ചേരുന്നതാണ് ഒരു സൾഫർ മോളിക്യൂൾ എന്ന് പറയുന്നത്. 8 സൾഫർ ആറ്റങ്ങൾ ചേരുന്നതാണ് ഒരു സൾഫർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ S8, അതായത് 8 സൾഫർ ആറ്റങ്ങൾ അടുത്തടുത്തടുത്ത് ചേർന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു സോളിലുള്ള ഒരു മോളിക്യൂൾ എന്ന് പറയുന്ന, ഒരു മോളിക്യൂളിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് കൂട്ടം എന്ന് പറയുന്നത് എന്താണ്? 8 സൾഫർ ആറ്റങ്ങൾ ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈസ് 1 നാനോമീറ്ററിൽ തന്നെ താഴെയാണ്. അപ്പോൾ പാർട്ടിക്കിൾ, അതിനുള്ളിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള സൊല്യൂട്ടിലുള്ള പാർട്ടിക്കിളിൻ്റെ സൈസ് 1 നാനോമീറ്ററിൽ താഴെയായിരിക്കും, പക്ഷേ കുറേ ആറ്റങ്ങളുടെ ഒരു കൂട്ടമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, എത്ര സൾഫർ ആറ്റങ്ങളുണ്ട്? 8 സൾഫർ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഗ്രൂപ്പ്, വീണ്ടും 8 സൾഫർ ആറ്റങ്ങൾ ചേർന്ന് വേറൊരു ഗ്രൂപ്പ്, വീണ്ടും 8 സൾഫർ ആറ്റങ്ങൾ ചേർന്ന് വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണ് എന്തെന്ന് പറയുന്നത് മൾട്ടി മോളിക്കുലർ കൊളോയിഡിലുള്ളത്. ഇനി ഈ മോളിക്യൂൾസ്, ഇവിടെ അടുത്ത് ഒരു S8 മോളിക്യൂളുണ്ട്, ഇവിടെ വീണ്ടും ഒരു S8 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 സൾഫർ ആറ്റങ്ങളാണ് ഒരു മോളിക്യൂളിനുള്ളിൽ. അപ്പോൾ ഈ സൾഫർ മോളിക്യൂളുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് പറയുന്ന പേരെന്താണ്? വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അപ്പോൾ ദീസ് പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് ഫോം പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ ഡയമെൻഷൻ. അപ്പോൾ എന്താണ് മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സ്? They contain an aggregate of atoms or molecules having dimension less than 1 nanometer. Okay. Then second is macromolecular colloids. മാക്രോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ സൈസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ? മുമ്പേ ചെറിയ സൈസ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പറയുന്നത് കുറച്ചും കൂടെ വലിയ സൈസിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിളാണ് അതിനകത്തുള്ളത്. അപ്പോൾ മാക്രോമോളിക്കുലർ കൊളോയിഡ്സ് ഇൻ സ്യൂട്ടബിൾ സോൾവൻസ് ഫോം സൊല്യൂഷൻസ് ഇൻ വിച്ച് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദി കൊളോയിഡൽ റേഞ്ച്. ഏതാണ് കൊളോയിഡൽ റേഞ്ച്? ഏതാണ്? 1 നാനോമീറ്റർ തൊട്ട് 1000 നാനോമീറ്ററിലുള്ള പാർട്ടിക്കിളായിരിക്കും എവിടെയുള്ളത്? മാക്രോമോളിക്കുലർ കൊളോയിഡ്. ഇതിനും താഴെയാണ് മറ്റേ നമ്മൾ മൾട്ടിമോളിക്കുലറിനകത്ത് പറഞ്ഞത്. അപ്പം മാക്രോമോളിക്കുലർ കൊളോയിഡ്സിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്തായിരിക്കും? 1 നാനോമീറ്റർ തൊട്ട് 1000 നാനോമീറ്റർ വരെയുള്ള സൈസായിരിക്കും. അത് കൊളോയിഡൽ സൊല്യൂഷൻ്റെ, യഥാർത്ഥ കൊളോയിഡൽ സൊല്യൂഷൻ്റെ റേഞ്ച് തന്നെയാണ്. അതിന് എക്സാമ്പിളാണ് എന്ത്? സ്റ്റാർച്ചിൻ്റെ സൊല്യൂഷന്, സെല്ലുലോസിൻ്റെ സൊല്യൂഷന്, പ്രോട്ടീൻസിൻ്റെ സൊല്യൂഷന്, എൻസൈംസിൻ്റെ സൊല്യൂഷൻ, പോളിത്തീൻ, നൈലോൺ, അതായത് പോളിമേഴ്സ് എല്ലാം ഇതിന് എക്സാമ്പിളാണ്. കുറച്ചും കൂടി വലിയ ലാർജ് സൈസുള്ള മോളിക്യൂളായിരിക്കും ഇതിനുള്ളിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ സൈസ്. സച്ച് സിസ്റ്റംസ് ആർ കോൾഡ് മാക്രോമോളിക്കുലർ കൊളോയിഡ്സ്. These colloids are quite stable and resemble true solutions in many properties. ഈ സൊല്യൂഷൻസ് കുറച്ചും കൂടി സ്റ്റേബിളാണ്, അതേപോലെ ട്രൂ സൊല്യൂഷനെ പോലെയാണ് പല പ്രോപ്പർട്ടീസും കാണിക്കുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് തേർഡ് ഈസ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്? ദീസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ബിഹേവ് ആസ് നോർമൽ ഇലക്ട്രോലൈറ്റ്സ് അറ്റ് ലോ കോൺസെൻട്രേഷൻ ബട്ട് ആസ് കൊളോയിഡ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ.
സാധാരണ കേസിൽ എന്താണ്, ലോവർ കോൺസെൻട്രേഷൻ്റെ കേസിൽ ഇത് വളരെ നോർമൽ ഇലക്ട്രോലൈറ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ഹയർ കോൺസെൻട്രേഷനിൽ ഇതൊരു കൊളോയിഡലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് കോൺസെൻട്രേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു ഇലക്ട്രോലൈറ്റാണ്, അതിൽ കൂടി കറണ്ട് കടന്നു പോവുകയൊക്കെ ചെയ്യും. പക്ഷേ കോൺസെൻട്രേഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ പാർട്ടിക്കിൾസ് അതിനകത്തിലുണ്ടെങ്കിൽ ഒരു കൊളോയിഡായിട്ട് കാണപ്പെടും. അത്തരത്തിലുള്ളതിനെയാണ് എന്ത് പേര് പറയുന്നത്? അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ബിഹേവ് ആസ് നോർമൽ ഇലക്ട്രോലൈറ്റ് അറ്റ് ലോവർ കോൺസെൻട്രേഷൻ ബട്ട് ആസ് കൊളോയിഡ്സ് അറ്റ് higher concentration. The colloidal behavior is because of the formation of aggregates. അപ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അഗ്രിഗേഷൻ്റെ ഫലമായിട്ടാണ്. ഈ അഗ്രിഗേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കൊളോയിഡൽ പാർട്ടിക്കിളിന് പറയുന്ന പേരാണ് എന്ത്? മിസെല്ലി. മിസെല്ലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ്. What are associated colloids എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, these are the substances which behave as normal electrolyte at lower concentration but as colloids at higher concentrations. Colloidal solution behavior is because of the formation of aggregate. These aggregates of particles are called മിസെല്ലി എന്ന് പറയുന്നു. ഓക്കെ, ഇനി എന്താണ് മിസെല്ലിയെക്കുറിച്ച് നമ്മൾ ഇനി പറയുന്നുണ്ട്. അതിനു മുൻപ് ഫോർമേഷൻ ഓഫ് മിസെല്ലിസ് ടേക്സ് പ്ലേസ് ഒൺലി അബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ഫോർമേഷൻ ഓഫ് മിസെല്ലിസ് ടേക്സ് പ്ലേസ് ഒൺലി അബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലാണ് എന്ത് നടക്കുന്നത്? മിസെല്ലി ഫോർമേഷൻ നടക്കുന്നത്. ആ ഒരു മിസെല്ലി ഫോർമേഷൻ നടക്കുന്നതിന് ആവശ്യമായ ടെമ്പറേച്ചറിന് മുകളിലേക്ക് പോകുമ്പോൾ, ആ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്കാണെങ്കിൽ എന്ത് സംഭവിക്കും? മിസെല്ലി ഉണ്ടാകും. മിസെല്ലി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് കൂടി ചേർന്നൊരു വലിയൊരു മോളിക്യൂൾ ഉണ്ടാകുന്നു, അഗ്രിഗേഷൻ നടക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, അങ്ങനെ മിസെല്ലി ഫോം ചെയ്യുന്ന ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണെന്ത്? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ആൻഡ് എബവ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ, ഒരു കോൺസെൻട്രേഷന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് മിസെല്ലി ആയിട്ട് മാറും. ആ കോൺസെൻട്രേഷനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷൻ. സർഫസ് ആക്റ്റീവ് ഏജൻറ്റ്സ് സച്ച് ആസ് സോപ്സ്, സിന്തറ്റിക് ഡിറ്റർജൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് മിസെല്ലിസ്. മിസെല്ലി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ്, എന്തോ ബുദ്ധിമുട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. നമ്മളത് നിത്യജീവിതത്തിൽ കാണുന്ന ഒരു വാക്ക് തന്നെയാണ്. പക്ഷേ ആ വാക്ക് നമ്മളോട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. ഞാൻ അതിൻ്റെ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ വാട്ട് ഈസ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്താണെന്ന് പറയണം. വാട്ട് ഈസ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ? ഫോർമേഷൻ ഓഫ് മിസെല്ലി ടേക്സ് പ്ലേസ് ഓൺലി അബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആർ കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് അബവ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷൻ. ഇനി മിസെല്ലി ഫോം ചെയ്യുന്നത് ഏതിലൊക്കെയാണ്? സോപ്പിൽ, ഡിറ്റർജൻസിൽ എല്ലാം എന്ത് ഫോം ചെയ്യും? മിസെല്ലി ഫോം ചെയ്യുന്നുണ്ട്. These colloids have both ലയോഫോബിക് ആൻഡ് ലയോഫിലിക് പാർട്ട്. ഇനി മെക്കാനിസം ഓഫ് മിസെല്ലി ഫോർമേഷൻ, ഇതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അതുകൂടി ഇത് എന്തായാലും പറയാം, അതിന് ശേഷം ബാക്കി നോട്ട് തരുമ്പോൾ അത് പറയാം. ഓക്കെ, മെക്കാനിസം ഓഫ് മിസെല്ലി ഫോർമേഷൻ. ആൻ എക്സാമ്പിൾ ഫോർ മിസെല്ലി ഈസ് എ സോപ്പ് സൊല്യൂഷൻ. സോപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞ സൊല്യൂഷനെ നമുക്കൊരു മിസെല്ലി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോപ്പ് ഈസ്, എന്താണ് ഇനി സോപ്പ്? സോപ്പ് ഈസ് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് മേ ബി റെപ്രസെൻറ്റഡ് ആസ് സോപ്പ്. സോപ്പിനെ നമുക്ക് എങ്ങനെ എന്താണ് സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റി ആസിഡ്സിൻ്റെ, ഹയർ ഫാറ്റി ആസിഡിൻ്റെ സോഡിയത്തിൻ്റെയോ ഓർ പൊട്ടാസ്യത്തിൻ്റെയോ സോൾട്ടിന് പറയുന്ന പേരാണ് എന്ത്? സോപ്പ്. ഇനി സോപ്പിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? RCOONA. RCOONA ആണ് എന്തെന്ന് പറയുന്നത്? സോപ്പ്. അല്ലെങ്കിൽ RCOOK. R എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി ആസിഡാണ്. CH3 CH2 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 എന്ന് പറയുന്ന അൽക്കൈൽ ഗ്രൂപ്പിനെയാണ് R എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇതൊരു എന്താണ്? കാർബോക്സിലിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡിൻ്റെ ഹൈഡ്രജൻ മാറിയിട്ട് പകരം NaO KO വന്ന് കയറി. അപ്പോൾ ഇതിൻ്റെ CH3, ഈ ആറിന് പകരം എന്താണ്? CH3 CH2 എന്ന് പറഞ്ഞ് കുറേ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ CON എഴുതുമ്പോൾ സോപ്പ് എന്ന പേര് വരും.
അപ്പം നമുക്ക് ആദ്യം എന്താണ് സോപ്പ് എന്നറിയണം. സോപ്പ് ഈസ് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? RCOONA. RCONA നമ്മൾ ചാർജ് ഇടുമ്പോൾ RCOO മൈനസ് Na+. ഇതാണ് RCO മൈനസ് Na+. അതാണ് എന്തെന്ന് പറയുന്നത്? സോപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സോപ്പ് ഡിസോൾവ് ചെയ്യുമ്പോൾ, വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ RCOO മൈനസ് Na+ എന്ന് പറയുന്നത് അയോണീകരിച്ച് 2 അയോണുകൾ വേർതിരിയും. ഏതൊക്കെയാണെന്നറിയാമോ? അതായത് നമ്മൾ RCOONA എന്ന് പറയുന്ന സോപ്പിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് 2ആയിട്ട് വേർതിരിക്കുന്നു. ഏതൊക്കെയായിട്ടാണ്? RCOO മൈനസ് പ്ലസ് Na+, 2 അയോൺസായിട്ട് വേർതിരിഞ്ഞു. ഏതൊക്കെയാണ് ആ 2 അയോൺസ്? RCO മൈനസും Na+ഉമായിട്ട് വേർതിരിഞ്ഞു. ഇനി RCO മൈനസ് അയോണിന് കാർബോക്സിലേറ്റ് അയോൺ എന്ന് പറയും. RCO മൈനസ് അയോണിനെ എന്ത് പേര് വിളിക്കുന്നു? കാർബോക്സിലേറ്റ് അയോൺസ്. ഈ കാർബോക്സിലേറ്റ് അയോണിന് 2 പാർട്ടുണ്ട്. RCO മൈനസിനെ മാത്രം നമുക്കൊന്നെടുക്കാം. RCO മൈനസ് അയോണിന് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 പാർട്ട്? എ ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻ കോൾഡ് നോൺ പോളാർ ടെയിൽ എന്ന് വിളിക്കുന്നു. വിച്ച് ഈസ് ഹൈഡ്രോഫോബിക്. ഇത് ഹൈഡ്രോഫോബിക് ആണ്, അതായത് വാട്ടർ റിപ്പല്ലിംഗ് ആണ്. ഇനി ഒരു പോളാർ ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ, അതിനെ CO മൈനസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ അയോണിക് ഹെഡ് എന്ന് വിളിക്കുന്നു. വിച്ച് ഈസ് ഹൈഡ്രോഫിലിക് വാട്ടർ ലവിങ് ആണ്. അപ്പോൾ ഒന്നും കൂടി പറയാം. സോപ്പിനെ വാട്ടറിൽ ലയിപ്പിക്കുമ്പോൾ 2 തരത്തിലുള്ള അയോൺസ് കിട്ടുന്നു. RCO മൈനസും പിന്നെ എന്ത് കിട്ടും? Na+ അയോൺസും കിട്ടുന്നു. ഇനി ഈ RCO മൈനസ് അയോണിനെ മാത്രം എടുക്കുന്നു. കാർബോക്സിലേറ്റ് അയോണിനെ മാത്രം എടുക്കുമ്പോൾ ഈ കാർബോക്സിലേറ്റ് അയോണിൽ 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ് 2 പാർട്ട്? ഒന്ന് ഏതാണ്? ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻ, അതായത് R എന്ന് പറയുന്ന ഗ്രൂപ്പ് മാത്രം. അതൊരു നീളമുള്ള ഒരു ചെയിനാണ്. CH3 CH2 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 ഒരു വലിയ നീളം കൂടിയ ഒരു ചെയിനാണ്. അത് ഹൈഡ്രോകാർബൺ ചെയിനാണ്. ഹൈഡ്രജനും കാർബണും മാത്രമുള്ള ഒരു ഹൈഡ്രോകാർബൺ ചെയിനാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെയിൽ എന്നാണ്. നോൺ പോളാർ ടെയിൽ എന്നാണ്. ഇത് ഹൈഡ്രോഫോബിക് ആണ്, അതായത് വാട്ടറിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ്, വാട്ടറിനെ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഇതിലെ 2ാമത്തെ പാർട്ടാണ് CO മൈനസ്. ഇതെന്താണ്? ഒരു പോളാർ പാർട്ടാണ്. CO മൈനസ് എന്ന് പറയുന്നു. ഇതിനെ പറയുന്ന പേര് ഹെഡ് എന്നാണ്. ഈ ഹെഡിനെ ഇത് ഹൈഡ്രോഫിലിക് ആണ്. എന്താ ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ? വാട്ടറിനെ ഇഷ്ടപ്പെടുന്നു, വാട്ടർ ലവിങ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2ാമത്തെ സെക്ഷനിലുള്ള. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.